ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിന്നറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിന്ന് രാവിലെ തൊട്ടങ്ങ് വയ്യായിരുന്നു, ഒരു പനിയുടെ ഒരു കോളെല്ലാം ഉണ്ട് കേട്ടോ. ഇന്നലെ വാക്സിനേഷന് വേണ്ടി ഐഷുവിനെ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയോണ്ടാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യായിരുന്നു. ഐഷുവിനും പനിക്കുന്നുണ്ടായിരുന്നു. അത് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിരുന്നു ഐഷുവിന് പനിക്കുമെന്ന് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിന്ന് ഡിന്നർ ഉണ്ടാക്കുവാണ്. അപ്പോൾ ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിന് പ്രത്യേകിച്ചൊന്നുമില്ല, ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെട്ടിയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചും അതിനകത്ത് വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഒന്ന് തിരുമ്മി വെച്ചു. നേരത്തെ തന്നെ ഞാൻ മസാല എല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല അങ്ങനെ എല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് വറുത്ത് വേറൊരു ടിന്നിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഏതോ ഒരു സമയത്ത് ബീഫ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ബാക്കി വന്ന മസാലയാണ് കേട്ടോ അത്. ഞാൻ പിന്നെ അത് കളയാൻ നിന്നില്ല, ഇതുപോലെ ടിന്നിലിട്ട് എടുത്ത് വെക്കലാണ് പതിവ്. പക്ഷേ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നത് നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വറുത്തിടാനുള്ള മസാലകളൊക്കെ മാറ്റി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി പിഴിഞ്ഞ് കൊടുത്തിട്ട് അവിടെ വെച്ചേക്കുവാണ്. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇനി ഇതിനകത്തേക്ക് വേണ്ട സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഈ ബീഫിലേക്ക് ഇടാനുള്ള മസാല കുറച്ച് നാളെ മുമ്പാണ് കേട്ടോ വറുത്ത് പിടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ എനിക്കറിയാം എന്നെങ്കിലുമാണ് ഞാൻ ഇതൊക്കെ തപ്പി പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കവറിൻ്റെ പുറകിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫിന് വേണ്ടിയിട്ടുള്ള മസാല. അതാണ് ഞാൻ നിങ്ങളെ ക്യാമറയുടെ മുമ്പിലോട്ട് പൊക്കി കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ പുരട്ടി വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുവാണേ. ഒരുപാട് വലിയ ഒരു ആഡംബരമായിട്ട് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി വെട്ടി അരിഞ്ഞിട്ട് അതിനകത്തൊട്ടൊന്ന് ആക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് അങ്ങ് ഒരു 5-6 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മുളകൊക്കെ ഒന്ന് വറുത്തങ്ങ് ഇടാം, അത്രേ ഉള്ളൂ. എനിക്കങ്ങ് മടിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ബീഫാണെങ്കിലും ചിക്കനായാലും ഉണ്ടാക്കുക. കാരണം പണി അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള എളുപ്പപ്പണികളൊക്കെയാണ് ഞാൻ ചെയ്യുക. എന്ത് കറി ഉണ്ടാക്കിയാലും എന്ത് ചെയ്താൽ തന്നെ അടുക്കളയിലോട്ട് വന്നാൽ തന്നെ തൊട്ടപ്പം തന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ കഴുകാൻ. എനിക്കാണെങ്കിൽ പാത്രം കഴുകുന്ന ഈ ഒരു പരിപാടി ഒഴിച്ച് ബാക്കി എല്ലാ ജോലികളും എനിക്കിഷ്ടമാണ്. പാത്രം കഴുകുന്ന ഒരു പരിപാടി എനിക്കിഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഒരു വലിയ പാടാണ് എനിക്ക് പാത്രം കഴുകിയെടുക്കുന്നതൊക്കെ. പാത്രം കഴുകിയാൽ മാത്രം പോരാ, എനിക്കിതെല്ലാം അടുക്കി പറക്കി എടുത്ത് വെക്കണം കേട്ടോ, എന്നാലാണ് എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പാത്രമല്ല കുറേ പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുത്ത് വെക്കണം കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ക്യാബേജ് തോരൻ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ആ പാത്രം കൂടി കഴുകി വെക്കുവാണെങ്കിൽ എനിക്ക് എല്ലാ പാത്രവും അടുക്കി പറക്കി വെക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഞാൻ ഇതുപോലെ തന്നെ കറിയാണെങ്കിലും ചോറാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും വേറെ പാത്രത്തിലോട്ട് സെപ്പറേറ്റ് മാറ്റി അടച്ച് കൂട്ടി വെച്ചിട്ട് ആ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ തന്നെ എന്നാലാണ് പിന്നെ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ വരുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് അങ്ങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേപ്പില വെച്ചിരിക്കുന്നതാണ് കേട്ടോ ആ കവറിൽ. സാധാരണ ഞാൻ വേപ്പിലൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് ഇരുന്നിട്ട് തണുപ്പ് കയറി കഴിഞ്ഞാൽ വേപ്പിലങ്ങ് ചീത്തയായി പോകും, അതല്ലെങ്കിൽ വേപ്പില കറുത്ത് പോകുക. അതെല്ലാം നമ്മൾ വേപ്പിലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ കട്ടിയുള്ളൊരു കവറിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് എടുത്ത് വെക്കലാണ് പതിവ്. അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ വാടാണ്ട് തന്നെ. അപ്പോൾ 5-6 വിസിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുവാണേ. അപ്പോൾ ബീഫ് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസമായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട്, ഈ ഓണൊക്കെ ആയതുകൊണ്ട് ബീഫൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ബീഫ് ഇപ്പം തന്നെ വെച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ രാത്രിയത്തേക്ക് ഊണ് കഴിക്കുമ്പോഴും എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ ഞാൻ വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കറി തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ബീഫൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 500 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എല്ലും കൂടി കൂട്ടിയിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ അധികം കഴിക്കുന്നില്ല, അപ്പോൾ പിന്നെ ചാച്ചിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് കറിയാക്കുവാണ് കേട്ടോ. ഞാൻ ഈ കഴിക്കുന്ന ഒരു കഷായമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു കഷായം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പനി ആയതുകൊണ്ടേ ഞാൻ എന്ത് അസുഖം വന്നാലും വീട്ടിൽ തന്നെ ഞാൻ എൻ്റെ രീതിയിലൊന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ. എൻ്റേതായ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം ഒന്ന് മാറി കിട്ടാറാണ് പതിവ്. സാധാരണ എനിക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല കേട്ടോ. പനി വെച്ചില്ല, ദോഷ ചുമ അങ്ങനെ എന്തെങ്കിലും അതും വല്ല കാലത്തൊക്കെയാണ് എനിക്ക് വരാറ്. ഇന്നിപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ. ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ചുക്കും അത് മാത്രമായിട്ടല്ല ഞാൻ കാപ്പിയാക്കുക, കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ. ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആറ്റിയായിട്ട് കുടിക്കുവാണ്. 1.5 ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് മൊത്തം ഞാനിങ്ങനെ കുടിക്കുവാണ് കേട്ടോ. ചെറു ചൂടുണ്ട്, അതിങ്ങനെ ആറ്റിയായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കുകയാണ് കേട്ടോ, ബീഫ് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. വെന്തിട്ടുണ്ടാവും, കാരണം ഒരു 5-6 വിസിൽ അടിസാണേ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് ആക്കിട്ടോ. ഇതിൻ്റെ അടുത്ത് ഞാൻ കടുക് വറുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്തില്ല, ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് കടുക് താളിച്ച് അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് വറ്റി കിട്ടാണ്ടായിരുന്നു. പിന്നെ കുറച്ച് മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തുട്ടോ. എന്നിട്ട് ഇളക്കി അവിടെ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി കുറേ പാത്രം കൂടി ഉണ്ട്, കുക്കറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതെല്ലാം കഴുകി എടുത്ത് വെച്ചപ്പോഴാണ് ഐഷുവിന് ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഐഷുവിന് അപ്പോൾ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കർ കഴുകുന്നത് കേട്ടോ. ഇനി കുക്കർ കഴുകിയിട്ട് അവക്കും കൂടിയുള്ള ആഹാരം അപ്പുറത്ത് അടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേനും ഒരു 2-3 വിസിലൊന്നും ആയിക്കഴിഞ്ഞാൽ ഐഷുവിൻ്റെ ആഹാരം ആവും. ബീട്രൂട്ടും ക്യാരറ്റും അതുപോലെ ആപ്പിളും കൂടി മുറിച്ചിട്ടിട്ട് ഒന്ന് വിസിൽ കയറ്റി എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മളൊന്ന് അടിച്ചെടുത്താൽ മതി. അത് അവിച്ച് വേവിച്ചതാണ് ഐഷുവിന് കൊടുക്കുന്നത് ഇപ്പോൾ. കാരണം രാത്രിക്ക് അവൾ എണിച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതങ്ങ് കൊടുക്കുവാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതും കഴിച്ചിട്ട് അവൾ അങ്ങ് കിടന്നോളും. കുട്ടികൾക്കൊക്കെ അങ്ങ് വയറ് നിറച്ച് അവരങ്ങ് കഴിക്കത്തില്ല. അപ്പോൾ രാത്രിക്ക് വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന എന്തോ ആഹാരം കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആഹാരമാണ് കേട്ടോ സ്പെഷ്യലായിട്ട്. അപ്പോൾ ഐഷും ചാച്ചനും ഒക്കെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരോടും കൂടി സംസാരിച്ചിട്ടാണ് പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഷു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചാച്ചൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ മേടിക്കണമെന്ന്. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പല സ്ഥലത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പല വെയിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ചെക്ക് ചെയ്യാമല്ലോ. രാവിലെ നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് മാത്രമല്ല റെഗുലറായിട്ട് നമ്മളൊരു മെഷീനിൽ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ 2 സ്ഥലങ്ങളിലായിട്ട് നോക്കൂട്ടോ. എനിക്ക് 2 സ്ഥലത്ത് മെഷീൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വിട്ടിട്ട് ഇങ്ങനെ നോക്കുവാണ് പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് യൂട്യൂബ് ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കൊരു ചെറിയ പൈസയേ ഉള്ളൂ ഡേ ടു ഡേയിലൊക്കെ. അപ്പോൾ ആ ഒരു മെഷീൻ മേടിക്കാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഐഷു കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഇങ്ങനെ വാശി പിടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഐഷുവിനെ കൊണ്ട് കുറച്ച് നേരം കളിപ്പിക്കുവാണ് കേട്ടോ.
ഒരു സമയത്താണ് എനിക്ക് എന്ത് ചെയ്ത വെയിറ്റ് വെക്കത്തില്ലായിരുന്നു കേട്ടോ. ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞൊരു സമയത്ത് എന്ത് ചെയ്താൽ ഞാൻ വെയിറ്റ് വെക്കത്തില്ല, ഭയങ്കര തിന്നായിട്ടാട്ടോ ഇരുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ പാടെ ഞാൻ അങ്ങ് വെയിറ്റ് അങ്ങ് കൂടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും വെയിറ്റ് കുറഞ്ഞു, പിന്നെയും പ്രസവം കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിറ്റ് കൂടി. ആ വെയിറ്റ് കുറയ്ക്കാനാണ് കേട്ടോ ഇപ്പം ഞാൻ കിടന്ന് പെടാപ്പാട് വിടുന്നത്. എന്നാൽ നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടല്ല, ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഈ പ്രസവത്തോടനുബന്ധിച്ചുള്ള വെയിറ്റ് ആണ് കേട്ടോ ഇത്. അതാണെങ്കിൽ കുറയാൻ ഭയങ്കര പാടാണ്, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ 60 കിലോ ഉണ്ടെങ്കിൽ 60 കിലോ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കും. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും എത്ര ഫുഡ് കൺട്രോൾ ചെയ്താലും ഒന്നും കാര്യമില്ല. നമുക്ക് ഒത്തിരി അങ്ങ് ഫുഡ് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. കാരണം നമുക്ക് ദിവസം ഓരോ പണികളും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനർജിയും കാര്യങ്ങളും കുഞ്ഞിനെയൊക്കെ നോക്കേണ്ടതല്ലേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാനും പറ്റത്തില്ല. എന്നാലും ഞാൻ ചോറൊന്നും ഇപ്പോൾ കഴിക്കാറൊന്നുമില്ല കേട്ടോ. ഈ ബീഫ് ഉണ്ടാക്കിയാലോ ഒന്നും ഞാൻ കഴിക്കത്തൊന്നുമില്ല. എനിക്ക് കഴിക്കാനൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഇവർക്ക് രണ്ടാൾക്കും കഴിക്കാനാണ് കേട്ടോ. കാരണം നമ്മൾ ഡയറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ബാക്കിയുള്ളവർ പട്ടിണി ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ കഷ്ടപ്പെടുന്ന ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങൾ വർക്കൗട്ടോ അല്ലെങ്കിൽ ഡയറ്റോ ഒന്നും നിർത്താൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം. ഇരുന്നടിക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറയണം നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. നല്ലതായിട്ട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് വെയിറ്റ് കുറച്ചെടുക്കേണ്ടി വരിക. കാരണം പെട്ടെന്ന് അങ്ങ് പുട്ട് പോലെ ഒന്നും കാര്യം നടക്കത്തൊന്നുമില്ല. ചില ആൾക്കാർ ചോദിക്കുന്നേക്കാം, കുറേ നാളായല്ലോ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ട്, എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയാത്ത നമ്മൾ ശ്രമിക്കാണ്ട് നമുക്ക് ആഗ്രഹമില്ല എന്നിട്ടോ അല്ല, അല്ലെങ്കിൽ കുറേ ആഹാരം കഴിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ കൊണ്ടായിരിക്കാം ഇതുപോലെ വെയിറ്റ് ഒക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതൊന്നും കേട്ട് നെർവസ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അതെല്ലാം സാവധാനം കുറയും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, ഡയറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത്രയും നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാണ്ട് പട്ടിണി കിടന്ന് മരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും എൻ്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ജിമ്മിലൊന്നും പോകാൻ താല്പര്യമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഒരുപാട് പൈസ ഒന്നും ഇതിനൊന്നും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് ടൈമും എല്ലാ ദിവസവും ഒരുപോലെ തന്നെയല്ല എനിക്ക് കിട്ടുക. പല ദിവസവും പല രീതിയിലാണ് എൻ്റെ ടൈം. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഭയങ്കര വ്യത്യാസമായിരിക്കും. ജോലി, കുട്ടികൾ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജിമ്മ് സജസ്റ്റ് ചെയ്യാത്തത് എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ ജിമ്മിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ എന്ന് പറഞ്ഞാൽ നടക്കുക, അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീട്ടിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതലും എനിക്കങ്ങ് ദൂരോട്ട് നടക്കാണ്ട് അല്ലെങ്കിൽ ദിവസത്തിൽ എൻ്റെ ആക്ടിവിറ്റീസ് കുറവാണ്. ഓഫീസിൽ പോയിരുന്നാലും ഞാൻ ആ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ് ചെയ്യാറ് സാധാരണ. വല്ലപ്പോഴും മാത്രമാണ് എനിക്ക് പുറത്തോട്ടൊക്കെ പോകേണ്ടി വരാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഓവർലോഡാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഹോർമോൺ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ ഐഷുവിന് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഐഷു അത് കഴിച്ചിട്ടുമില്ല, ഞാൻ ഐഷുവിന് കൊടുത്തിട്ടുമില്ല കേട്ടോ. ചെറുപ്പം മുതൽ അവൾക്ക് കുടിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വെയിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ബാധിക്കും. നമ്മൾ മുല കിട്ടുന്ന അമ്മമാരൊക്കെയാണ് വെയിറ്റ് കുറച്ച് കുറയും പെട്ടെന്ന് തന്നെ. മാത്രമല്ല നമ്മൾ മക്കളുടെ പുറകെ ഓടുകയൊക്കെ ചെയ്യുകയും കളിക്കുകയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വെയിറ്റ് പെട്ടെന്ന് കുറയും. ഇത് നമ്മൾ ഈ ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെ റൂമിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇനി ഐഷുമോളൊക്കെ ഒന്ന് വലുതായതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ടൈം ഒക്കെ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഐഷു ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ഐഷുവിനെ ഞാനിങ്ങനെ കൊഞ്ചിക്കുമ്പോൾ ഐഷു ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും കേട്ടോ. ഞാൻ ഉമ്മ വെച്ചിട്ട് അവളിങ്ങനെ തുടച്ച് കളയണം. അവൾക്ക് ഉമ്മ ഒന്നും കൊടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമൊക്കെയാണ്, നമ്മൾ ചോദിച്ചാലും അവൾ തരത്തൊന്നുമില്ല കേട്ടോ. ഉമ്മ തരാമോ എന്നൊക്കെ ചോദിച്ചാൽ അവൾ തരത്തൊന്നുമില്ല. അവൾക്ക് നമ്മൾ ഉമ്മ വയ്ക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല. ആളങ്ങ് തുടച്ചൊക്കെ കളയുവാണ് കേട്ടോ. എന്നാലും ഐഷുവിനെ ഇങ്ങനെ കളിപ്പിക്കുന്നൊക്കെ ഇഷ്ടം. എൻ്റെ പൊട്ടെടുത്താണ് കേട്ടോ അവൾ തൊട്ടേണത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ എടുക്കുന്നൊക്കെ പറയുമായിരുന്നു പൊട്ട്. പക്ഷേ അവളതൊന്നും തന്നില്ല. അവൾ അത് വെച്ചിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുവാണ്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി അകത്ത് കയറി കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞ് ലീവൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുറേ ദിവസം വീട്ടിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് ജോലിക്ക് പോകുമ്പോൾ അങ്ങ് വല്ലാത്ത വിഷമവും മടിയൊക്കെയാണ്. ഓഫീസിൽ ചെന്നിരുന്നാലും നമുക്ക് വീട്ടിൽ ഓർമ്മകളും ഒക്കെയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലോട്ട് തിരിച്ച് വന്നാൽ മതി കേട്ടോ. പക്ഷേ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിറച്ച് പണിയായിരിക്കും കേട്ടോ. ഓഫീസിലും പണി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലും പണി ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ആഹാരം ഉണ്ടാക്കാനുണ്ടാവും, പാത്രം കഴുകാനുണ്ടാവും, അലക്കാനുണ്ടാവും. പിന്നെ കുറച്ച് നേരം ഐഷുവിനോട് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഐഷു ഉറങ്ങുമ്പോൾ ഒരു സമയമാവും കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് ഓടാൻ എണിക്കേണ്ടി വരും. പിന്നെ ഞാൻ അവിടെ നിന്ന് എണിച്ച് ഓടാൻ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഐഷുവിന് ആഹാരം കൊടുക്കാനുണ്ടാവും. ഇങ്ങനെ പോകും കേട്ടോ. പണികൾ ഇങ്ങനെ നീണ്ട് പോകും. എന്നാലും നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. എല്ലാവരും നമുക്ക് വേണ്ടി കൂടി സമയം കണ്ടെത്തണം. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് കടന്നു പോകും. പിന്നീട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു സമയം നമുക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയത്തില്ല കേട്ടോ ലൈഫിൽ. അപ്പോൾ നമുക്ക് വേണ്ടി എന്നും ചെറിയൊരു സമയം നമ്മൾ കണ്ടെത്തണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ ബൈ. ഓക്കെ, സീ യു.